സാർ, നമ്മൾക്കറിയാം ഇപ്പൊ രാജ്യത്തിന്റെ നിലപാട് ശക്തമായി തന്നെ വെറും 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തു ഭാരതത്തിന്റെ ശക്തി. അതിനു പുറമെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പ്രകാരം തന്നെ ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിന്നായിട്ട് പോലും ഭാരതം അതിന്റെ സാമ്പത്തിക ശക്തിയിലേക്കുള്ള കുതിച്ചുചാട്ടമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ നമ്മളെ ഒരു യുദ്ധം എത്ര കണ്ട് നമ്മളെ ബാധിക്കുമെന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നേട്ടം എന്നുകൂടി കൂട്ടിയണക്കേണ്ടതുണ്ട്. മാത്രമല്ല, ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ നിലപാട് അതല്ലെങ്കിൽ ഭാരതത്തിന്റെ ആ ശക്തി എത്രത്തോളം ആയിരുന്നു എന്ന് വിവരിക്കാൻ വേണ്ടി ആ എടുത്ത തീരുമാനവും ആ തീരുമാനം നടപ്പിലാക്കുന്ന ശശി തരൂർ അടക്കമുള്ള അതല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള പ്രതിനിധി സംഘവും ഇത് എത്രത്തോളം ശക്തിയുക്തമായുള്ള തീരുമാനമായിരുന്നു സർ? അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഞാനതിന്റെ റിസൾട്ട് നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് നമ്മൾ ഒരു കോട്ടവും തട്ടാത്ത ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ഇന്നിപ്പോ ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് എന്ന് പറയുമ്പോൾ അടുത്ത ഏതാനും വർഷങ്ങളല്ല, അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും. ജർമ്മനിയെ പിന്തള്ളും. ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയ വ്യത്യാസമാണ്. ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മൾ ജർമ്മനിയെ പിന്തള്ളും. അതിനൊരു വർഷങ്ങൾ വേണ്ടി വരികയല്ല, മാസങ്ങൾ മാത്രം മതി. ഈ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയെ തടഞ്ഞു നിർത്തുക എന്നുള്ള ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ അജണ്ടയാണ് ഇങ്ങനെ ഒരു പ്രകോപനം സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ളത്. ഈ കാര്യം കൃത്യമായിട്ടും ഭാരതം മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്നാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സൈനിക നടപടികളിലേക്ക് കടന്നിരുന്നുവെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു സൂചന ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രസ്താവിച്ചതായി ഞാൻ അറിഞ്ഞത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: യുദ്ധം ഒരു ദിവസം കൂടി നീണ്ടു നിന്നിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ 4 കഷണങ്ങളായി ഭാഗിക്കപ്പെടുമായിരുന്നു. 1971 2ആയിട്ട് മുറിഞ്ഞുവെങ്കിൽ അടുത്ത യുദ്ധത്തിൽ നമ്മൾ ഇത് 4ആയിട്ട് മുറിക്കും. അപ്പൊ 4 1 5 കഷണം പാകിസ്ഥാൻ ഉണ്ടാകും. ഇത് പറഞ്ഞത് രാജ്നാഥ് സിംഗ് ആണ്. ആ രാജ്നാഥ് സിംഗ് പറഞ്ഞ കാര്യങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ വീഡിയോ കാണുന്നവർക്കറിയാം. അതിൽ അദ്ദേഹം പറയുന്നു, പുലർച്ചെ 4:30 നിസ്കാരത്തിന് ശേഷം ഇന്ത്യയോട് യുദ്ധം ആരംഭിക്കാൻ ഇരിക്കുന്നതായിരുന്നു. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിരുന്നു. പക്ഷെ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഇന്ത്യ കയറി അടിച്ചില്ലേ? അതുകൊണ്ട് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നമ്മുടെ 11 വ്യോമത്താവളങ്ങൾ, അതായത് സൈനിക വ്യോമത്താവളങ്ങൾ തകർക്കപ്പെടുകയും ആയുധപ്പുരകൾ കത്തിക്കുകയും അവരുടെ വിമാനങ്ങൾ പറന്നുയരാൻ കഴിയാത്ത രീതിയിൽ റൺവേയിൽ കിണർ പോലെ കുഴിയുണ്ടാക്കുകയും അവരുടെ വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ബങ്കറുകൾ കത്തിക്കുകയും ചെയ്തപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാരാ പറഞ്ഞത്? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല, പിന്നെ ഒറ്റ രക്ഷയേ ഉള്ളൂ, കാലേ വീഴുക. അതാണല്ലോ വെടിനിർത്തലിന് അപേക്ഷയുണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായി ഇന്ത്യക്ക് വലിയ പരിക്ക് പറ്റാതെ തന്നെ അടുത്ത 1 2 ദിവസവും കൊണ്ട് നമുക്ക് പാകിസ്ഥാനെ കീഴടക്കാൻ കഴിയും. ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് പാകിസ്ഥാൻ കീഴടങ്ങിയതും ഈ പറയുന്ന വെടിനിർത്തലിന് മുന്നോട്ട് വന്നതും. ഓർക്കണം, 23 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനിലെ 11 സൈനിക താവളങ്ങൾ തകർത്ത് നശിപ്പിച്ച് നാനാവശേഷമാക്കാൻ നമുക്ക് പറ്റി. 23 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ. ഇവിടെ ചൈനയ്ക്കാണ് ഏറ്റവും വലിയ അടി കിട്ടിയത്. കാരണം ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ചൈനയുടെ റഡാറുകൾ, ചൈനയുടെ ഡ്രോണുകൾ, ചൈനയുടെ മിസൈലുകൾ ഇതെല്ലാം പാഴായിപ്പോയി. 100 കണക്കിന് മിസൈലുകൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ S-400 എന്ന് പറഞ്ഞ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വ്യോമ പ്രതിരോധ സംവിധാനം അഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ DRDO എന്ന് പറയുന്ന ഔദ്യോഗിക ഗവേഷണ സ്ഥാപനം അതിനെ പരിഷ്കരിച്ച് അതിന് സുദർശന ചക്ര എന്ന പേര് കൊടുത്തു. എന്തിനാണ് സുദർശന ചക്ര എന്ന പേര് കൊടുത്തത്? S-400 എന്ന് വിളിക്കാത്തത് എന്താ? ഇതേ S-400 റഷ്യ നമുക്ക് തന്ന S-400 റഷ്യയിൽ വെച്ചുകൊണ്ട് ഉക്രൈന്റെ വ്യോമ പ്രതിരോധത്തെ പ്രതിരോധിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഉക്രൈൻ റഷ്യ വാറിൽ ഉക്രൈൻ അയച്ച മിസൈലുകൾ റഷ്യക്കകത്ത് പോയി വീണ് പൊട്ടി, നാശനഷ്ടം ഉണ്ടായി. S-400 വെച്ചിട്ട് തടയാൻ പറ്റിയില്ല. ഇത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരും ഇന്ത്യയിലെ സൈന്യവും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ S-400 ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അഡീഷണൽ ആയിട്ടുള്ള പല സംവിധാനങ്ങളും അതിനകത്ത് ചേർത്തിണക്കിയിട്ടാണ് അതിനെ സുദർശന ചക്രമാക്കി മാറ്റുന്നത്. ഇന്നിപ്പോൾ ഈ സുദർശന ചക്ര അങ്ങോട്ട് മേടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് റഷ്യ നോക്കുന്നത്. കാരണം അവിടെ യുദ്ധം തീർന്നിട്ടില്ല, ഇപ്പോഴും മിസൈൽ വന്ന് വീണുകൊണ്ടിരിക്കുക തലയ്ക്ക് മുകളിൽ. അപ്പോൾ ഈ തരത്തിലുള്ള വലിയ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. അതുപോലെ ഇന്ത്യൻ കപ്പൽപ്പട, അത് രാജ്നാഥ് സിംഗ് പറഞ്ഞു,
ഇന്ത്യൻ കപ്പൽപ്പടയെ കറാച്ചി ആക്രമിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചു കിട്ടാമായിരുന്നു പാകിസ്ഥാനെ എന്നാണ്. അതായത് അപ്രതിരോധ്യമായിട്ടുള്ള ഒരു കപ്പൽപ്പടയാണ് ഇന്ത്യക്കുള്ളത്. സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ നമ്മൾ ഓരോ പടക്കപ്പലുകൾ ഇറക്കുമ്പോഴും അന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഞാൻ ഓർക്കുന്നു. എതിരെ വരുന്ന പടക്കപ്പലുകളുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ നിശ്ചലമാക്കി കളയാൻ കഴിയുന്ന സാങ്കേതിക മികവ് ഇന്ത്യയുടെ പടക്കപ്പലുകൾക്കുണ്ട്. ലോകത്ത് മറ്റൊരു രാജ്യത്തിന്റെ പടക്കപ്പലുകൾക്കും ഈ സാങ്കേതിക മികവില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമുക്ക് മറ്റൊരു സാധനമുണ്ട്, കാളി. ഇതുവരെ പുറത്തെടുത്ത് പ്രയോഗിച്ചിട്ടില്ല. ആ കാളി എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന സൈന്യം വ്യോമസേനയാണെങ്കിലും കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും അവരുടെ റഡാർ സിസ്റ്റങ്ങളെയും ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളെയും നിശ്ചലമാക്കി കളയും എന്നുള്ളതാണ്. അങ്ങനെ കളഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? പാകിസ്ഥാൻ ഒരു മിസൈൽ ഇങ്ങോട്ട് വിട്ടെന്നിരിക്കട്ടെ, ആ മിസൈലിനെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് വഴി തെറ്റിച്ച് വിട്ട് അതേ പാകിസ്ഥാനിൽ കൊണ്ട് വീഴിക്കാൻ പറ്റും. അതാണ് കാളി, ചെറിയ സംഭവമല്ല. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് എപ്പോഴാണ്? യുദ്ധത്തിലാണ്. ഇത് യുദ്ധം തുടങ്ങിയില്ല. അപ്പൊ യുദ്ധം തുടങ്ങിയിരുന്നെങ്കിലോ ഇങ്ങോട്ട് വിട്ട മിസൈൽ മുഴുവൻ തിരിച്ച് അങ്ങോട്ട് ചെന്ന് പൊട്ടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അത്രയും വലിയ സാങ്കേതിക വിദ്യ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ മനസ്സിലായപ്പോൾ ചൈനയ്ക്ക് മാത്രമല്ല അമേരിക്കയ്ക്ക് വരെ കുരു പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്കും ചെറിയ ഗിറുകിറുപ്പുണ്ട്. കാരണം ഇന്ത്യ ഇങ്ങനെ അങ്ങോട്ട് വിട്ടാൽ നാളെ ഇവൻ നമുക്കെതിരെ തിരിഞ്ഞാൽ എന്ത് ചെയ്യാൻ? അവരുടെ കയ്യിൽ സാധനമില്ല. നമ്മളൊക്കെ ധരിച്ചെന്താ, ചൈന എന്തോ വലിയ സാമ്പത്തിക ശക്തിയാണ്, അതുപോലെ തന്നെ ചൈന വലിയ ആയുധ ശക്തി ആയിരിക്കും, ചൈനയോട് മുട്ടിയാൽ ചൈനയായിരിക്കും വിജയിക്കുക. ഇപ്പൊ ഒരു കാര്യം ചൈനയ്ക്ക് മനസ്സിലായി, ലോകത്തിനും മനസ്സിലായി, ചൈനയും ഇന്ത്യയും കൂടി ഒരു യുദ്ധം ഉണ്ടായാൽ ചൈനയായിരിക്കും തോൽക്കുക. അതിനധികം സമയമൊന്നും വേണ്ട. കാരണം അത്രമാത്രം സാങ്കേതിക ഗവേഷണ മികവ് നമ്മൾ നേടിക്കഴിഞ്ഞു. ഇതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്ത ഒരു കാര്യം, 12 സ്വകാര്യ കമ്പനികൾക്ക് നമ്മൾ വിമാനങ്ങളും അതുപോലെ തന്നെ ഡ്രോണുകളും അതുപോലെ ആയുധങ്ങളും ഉണ്ടാക്കാനുള്ള ലൈസൻസ് കൊടുത്തു. അങ്ങനെ ലൈസൻസ് കൊടുത്തപ്പോൾ അദാനിക്കും കൊടുത്തു. അദാനിയുടെ കമ്പനി ഉണ്ടാക്കിയ ഡ്രോണുകളാണ് പാകിസ്ഥാൻ മുഴുവൻ ചറപുറെ ചുട്ടു പൊട്ടിച്ചു കളഞ്ഞത്. ഇവിടെ ഇപ്പൊ അദാനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവര് അന്നെന്താ പറഞ്ഞത്? കണ്ടോ, പ്രതിരോധ മേഖല അദാനിക്ക് കൊണ്ട് അടിയറ വെച്ചു, രാജ്യസുരക്ഷ അദാനിയുടെ കയ്യിലാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, അദാനിയുടെ ഡ്രോണുകൾ ഉണ്ടാക്കിയിരുന്നില്ല എങ്കിൽ അദാനി എങ്ങനെയാണ് ഡ്രോൺ ഉണ്ടാക്കിയതെന്ന് കൂടെ പറയാം. ഇസ്രയേലുമായി സഹകരിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ അയൺ ഡോമിന്റെ സിസ്റ്റത്തെ പരിഷ്കരിച്ചിട്ടാണ് അദാനിയുടെ ഇന്ത്യൻ സാങ്കേതിക വിദ്യ കൂടി ചേർത്തിട്ടുണ്ടാക്കിയ നമ്മുടെ ഡ്രോണുകൾ. റഡാർ വെച്ച് നോക്കിയാൽ പിടികിട്ടില്ല, വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തകർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡ്രോണുകളാണ്, 100 കണക്കിന് അദാനിയുടെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ചുട്ട് ചാമ്പലാക്കിയത്. അതില്ലായിരുന്നു എന്നിരിക്കട്ടെ, ഇവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഭാരതത്തിലേക്ക് 100 കണക്കിന് മിസൈലുകളാണ് അവർ അയച്ചത്. ഒരൊറ്റ എണ്ണം പോലും ഇന്ത്യൻ അതിർത്തി കടന്നില്ല. അപ്പൊ സ്വകാര്യ മേഖലയിൽ നമ്മൾ നടത്തിയ നിർണായകമായ നീക്കങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയെ അപ്രതിരോധമാക്കി കഴിഞ്ഞു. ലോകത്ത് ഒരു രാജ്യത്തിനും തുളയ്ക്കാൻ കഴിയാത്ത, തകർക്കാൻ കഴിയാത്ത ഒരു വലിയ വൻമതിൽ ആയുധ രംഗത്ത് സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെങ്കിൽ അദാനി അടക്കം, ടാറ്റ അടക്കം, റിലയൻസ് അടക്കം ഉള്ള കമ്പനികൾ, 12 കമ്പനികൾ, ആ 12 കമ്പനികളാണ് ഇന്ത്യയുടെ സുരക്ഷ നിർവഹിച്ചത് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ഇന്ത്യയിലെ സർക്കാരിന്റെ കീഴിലുള്ള 6 സ്ഥാപനങ്ങൾ, അങ്ങനെ 12 6 18 സ്ഥാപനങ്ങൾ. ഇത്രയും വലിയൊരു മുന്നേറ്റമാണ് നമ്മൾ നടത്തിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ലോകരാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി അടക്കമുള്ള ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ ആയുധത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന, ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ അമേരിക്കയിലേക്ക്, റഷ്യയിലേക്ക്, ഫ്രാൻസിലേക്ക് ഒക്കെ തന്നെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം വലിയൊരു കാര്യം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു. ഭാരതം എന്താണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകത്തെ വൻ ശക്തിയായി, ആയുധരംഗത്തെ, യുദ്ധരംഗത്തെ വൻ ശക്തിയായി ലോകം ഇന്ന് ഭാരതത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സർ, ഈ യുദ്ധത്തിന്റെ ആ സമാന അന്തരീക്ഷത്തിലേക്ക് എത്തിയ സമയത്ത് അതിനുശേഷം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം പെട്ടെന്നുള്ള നിമിഷം മുതൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ഇന്ദിരാ ഗണ്ഡി എന്ന് വിളിക്കപ്പെടുന്ന, ഭാരതത്തിന്റെ ഉരുക്ക് വനിതയാണോ ഇനി അലുമിനിയാണോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അവർ പാകിസ്ഥാനോട് നടത്തിയ യുദ്ധവും പാകിസ്ഥാന്റെ സേനയെ ഈ 90,000-ത്തിലധികം വരുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അവരെ കീഴടങ്ങിയ ഇങ്ങനത്തെ ഒരുപാട് വലിയ
വലിയ വലിയ വാഗ്ധോരണികൾ നടത്തിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ കൃത്യമായിട്ടും അതിനെതിരെ എന്തായിരുന്നു ഈ നിരകണ്ടി എന്നുള്ളത്, അവർ ചെയ്തത് എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിയതോടുകൂടി അത് നിശേഷം ഒടുങ്ങിയതും നമ്മൾ കണ്ടതാണ്. അതിനെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് അവസാനമായിട്ട് കൂട്ടിച്ചേർക്കാൻ എന്താണ് സാർ ഉള്ളത്? 1971 പാകിസ്ഥാനെ രണ്ടായിട്ട് പിളർന്ന് ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് ഇന്ദിരാഗാന്ധി അല്ല, അത് റഷ്യയുടെ തന്ത്രമായിരുന്നു, റഷ്യയുടെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി റഷ്യ നേരിട്ട് രംഗത്തിറക്കാതെ ഇന്ദിരാഗാന്ധിയെ മുൻനിർത്തി റഷ്യ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ പിളർത്തുകയാണ് ചെയ്തത്. ഇതാണ് അന്ന് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയെ ഇന്ദിരാഗാന്ധി വെല്ലുവിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ദിരാഗാന്ധി എവിടെ നിന്നുകൊണ്ടാണ് വെല്ലുവിളിച്ചതെന്നും കൂടെ ആരും പറയാത്തത് എന്തുകൊണ്ടാണ്? റഷ്യൻ കപ്പൽപ്പടയാണ് അന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്, അല്ലാതെ ഇന്ത്യക്ക് ഈ പറഞ്ഞ വലിയ സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റഷ്യയുടെ കപ്പൽപ്പടയുടെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അമേരിക്കയോട് പ്രതികരിച്ചത്. അന്ന് ആ സംവിധാനങ്ങൾ, റഷ്യയുടെ മുങ്ങിക്കപ്പലുകൾ, റഷ്യയുടെ പടക്കപ്പലുകൾ, റഷ്യയുടെ ആയുധങ്ങൾ, റഷ്യയുടെ വിമാനങ്ങൾ, ഇതെല്ലാം നിരത്തി വെച്ചിട്ടാണ് അന്ന് അമേരിക്കയ്ക്ക് നേരെ നമുക്ക് നിൽക്കാൻ പറ്റിയത്. പക്ഷെ ഇന്ന് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗ് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആയുധമോ കപ്പലോ വിമാനമോ കൊണ്ടല്ല, സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നവീകരിച്ച്, അതായത് S-400 സുദർശന ചക്രമാക്കി മാറ്റിയതുപോലെ നമ്മൾ നവീകരിച്ചാണ് ഉപയോഗിച്ചത്. അതുപോലെ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച വിമാനങ്ങൾ അതേപടി ഉപയോഗിക്കുകയല്ല ചെയ്ത്, അതിൽ നമ്മുടെ മിസൈലുകൾ ഘടിപ്പിക്കാനും മിസൈലുകൾ ഘടിപ്പിച്ചുപയോഗിക്കാനും കഴിയുന്ന തരത്തിൽ നമ്മളതിനെ നവീകരിച്ചു. DRDO എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവേഷണ സംവിധാനം അത് നവീകരിച്ച് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ അതിർത്തി ഭേദിക്കാതെ ഇന്ത്യൻ മണ്ണിനകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാനെ തകർക്കാൻ നമുക്ക് കഴിഞ്ഞത്. അപ്പൊ പാകിസ്ഥാനെ നമ്മൾ തകർത്തു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ മികവാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് റഷ്യയുടെ മികവാണെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലത്ത് അത് ഇന്ത്യയുടെ മികവാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. മാന്യ പ്രേക്ഷകരെ, നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 29 മിനിറ്റിനുള്ളിൽ തന്നെ ജയസൂര്യൻ സാർ കൃത്യമായിട്ടും എല്ലാ വിവരങ്ങളും പങ്കുവെച്ചു എന്നുള്ളത് വിശ്വസിക്കുക. കാരണം ഇനി അദ്ദേഹത്തിന് 5 മണിക്ക് ശേഷം മറ്റു പ്രോഗ്രാമുകൾ ഉള്ളത് കൊണ്ട് അരമണിക്കൂർ മാത്രമാണ് ഈ പ്രോഗ്രാമിനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള ആ നേട്ടം, രാജ്യത്തിന്റെ ശക്തി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ആ വലിയ ചരിത്ര നിമിഷങ്ങൾ അത് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയും ശശി തരൂർ അടക്കമുള്ള, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MP-മാരെ അടക്കം ഈ ലോകത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്ന ജിഹാദികളും അന്തം കമ്മികൾ എന്ന് വിളിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരും രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുപിടിച്ച കൊങ്ങികൾ എന്ന് വിളിക്കുന്ന രാജ്യദ്രോഹപരമായുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ പിന്നോട്ട് വലിച്ച കോൺഗ്രസ്സുകാരും ഇവിടെ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാളുപരി ശശി തരൂരിനെ പോലെയുള്ള രാജ്യസ്നേഹികൾ ഇന്ന് രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് അത് എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ, അദ്ദേഹത്തിന്റെ നന്മകളും തിന്മകളും നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആ ഒരു ഭാഗം കൃത്യമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ജയസൂര്യൻ സാർ ഇവിടെ വന്നിട്ടുള്ളതും. എന്തായാലും അത് എല്ലാ കാര്യങ്ങളും സ്പർശിച്ചു എന്ന വിശ്വാസത്തോടു കൂടി തന്നെ തൽക്കാലം ഈ സെഷൻ സാറിന്റെ പെർമിഷനോട് കൂടി വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു സെഷനുമായിട്ട് പിന്നീട് വരാം. സാർ ഒരുപാട് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.